ഇപ്പോൾ ജോസഫ് വിഭാഗം വിട്ട സജി മഞ്ഞക്കടമ്പിൽ മാധ്യമങ്ങളെ കാണുന്നു. ഉണ്ടാവാൻ പാടില്ല എന്നെങ്കിലും ജോസഫ് സാറിന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് പണ്ടേ നിയന്ത്രിക്കപ്പെട്ടേനെ. ഇവിടെ അല്ല എനിക്ക് തിരിച്ചു വന്നാൽ എടുക്കും അന്നേരം മുതൽ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെല്ലുന്നില്ലല്ലോ, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ജോസഫ് സാറിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു പണക്കമില്ല. പക്ഷെ ജോസഫ് സാറിന് ഇയാളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും ജോസഫ് സാർ ഈ പാർട്ടിയിൽ ഇയാളെ നിയന്ത്രിച്ചാൽ നിരവധി ആളുകൾ അല്ലെങ്കിൽ ഈ പാർട്ടിയിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരും. ഇന്നലെ എടുത്തുകൊണ്ട് പോയി ചിത്രം എൻ്റെ വീട്ടിൽ നിന്ന് ചിത്രമാണ്. ഞാൻ ചുമ്മാ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പണം മുടക്കി വാങ്ങിച്ച ചിത്രമാണ്. അത് പാർട്ടി ഓഫീസിൽ ആണിസാറിൻ്റെ ഒരു ചടങ്ങ് വന്നപ്പോൾ ഇവിടെ കൊണ്ടു വെച്ചതേ ഉള്ളൂ. അത് ഞാൻ ഇന്നലെ എടുത്തുകൊണ്ട് പോയി. ആ എടുത്തുകൊണ്ട് പോകാനുള്ള കാരണം അവിടെ ഉണ്ടായിരുന്ന ആ ബോർഡിലുണ്ടായിരുന്ന CF സാറിൻ്റെയും മാണി സാറിൻ്റെയും ചിത്രം പണ്ടേ എടുത്തു കളഞ്ഞു. അവിടെ ഞാൻ വെച്ചിരുന്ന പടം അപ്പം അവിടെ ഇരിക്കുകയായിരുന്നു. അത് ചുക്കി പിടിച്ച് അവിടെ സൈഡിൽ ഇരിക്കുമായിരുന്നു. അല്ലാതെ അവിടെ തൂക്കിയിട്ടിരുന്നതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എവിടെയാ ഞാൻ എടുത്ത് ആരാ എൻ്റെ കണ്ടാണോ? ഞാൻ ആ പെരക്കകത്ത് ആ മുറിക്കകത്ത് കയറിയ നിലത്തിരുന്ന സാധനം എടുത്ത് അവിടെ UDF നേതാക്കൾ ബന്ധപ്പെടുന്നു. കാരണം UDF-നോട് ഇത്ര ദേഷ്യം വരാനുള്ള ഒരു കാരണം ഇപ്പൊ UDF ബഹുമാനപ്പെട്ട വിളിക്കും. അല്ല, ഞാൻ രാജിവെച്ചതെന്നാന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയിൽ ഒട്ടനവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ പാർട്ടിയിൽ മോൻസിന് ഒരു അപ്രമാദിത്യമാണ് നടക്കുന്നത്. ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ വിളിച്ചാൽ പുള്ളി ഫോൺ എടുക്കില്ല. ഞാൻ സംഘടനാ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഫോൺ വിളിക്കുന്നത്. പക്ഷെ പാർട്ടി കമ്മിറ്റി 10 മണിക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ 10 മണിക്ക് എത്തിയിരിക്കും. പാർട്ടിയുടെ ചെയർമാൻ PO സാർ 10 മണിക്ക് വരും. പുള്ളി 11:30 വരും. 11:30 വന്ന് ഒരു പ്രസംഗിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റി പിരിച്ചുവിടും. പാർട്ടിയിലുള്ള ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർക്ക് അഭിപ്രായം പാർട്ടിയെ പുള്ളി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. പുള്ളിയുടെ ഇപ്പോഴത്തെ രീതി എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എസിനെ പോലെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് BA പോലെയും ഒരു MLA മാത്രം മതി, പുള്ളി മാത്രം പാർട്ടിക്കകത്ത് മതി, പുള്ളി മാത്രം മന്ത്രി മതി എന്ന് വിശ്വസിക്കുകയും എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി പുള്ളി അധപ്പതിച്ചിരിക്കുക. കാരണം പുള്ളി ആ രീതിയിലാണ്. വേറെ ഒരു നേതാവും വേണ്ട, പുള്ളി മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു നേതാവിൻ്റെ കൂടെ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കമ്മിറ്റിയിൽ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ പോലും പറയാൻ അവസരം തരാത്ത ഒരു പാർട്ടിയിൽ എങ്ങനെ ജനറൽ സെക്രട്ടറി ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും? ഇത് എത്ര കാലമാണ് നമ്മൾ സഹിക്കുന്നത്? ഇത് കുറെ കാലം നമ്മൾ സഹിച്ചു. പക്ഷെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ടല്ലോ. പുള്ളിയുടെ വിചാരം ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർ എന്നും പുള്ളിയുടെ വീട്ടിലെ മിറ്റമടിക്കാനും പാത്രം തേച്ചു പുഴക്കാനും വിറക് വെട്ടാനും വെള്ളം കോരാനുമുള്ള പ്രവർത്തകരായിട്ട് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് സജി മഞ്ഞക്കടമ്പലിന് പിന്നാലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നവും രാജിവെച്ചിരുന്നു. ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. മോൻസ് ജോസഫിനെ ലക്ഷ്യമിട്ടായിരുന്നു ഇരുവരുടെയും പ്രതികരണം. അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ജോസഫ് ഗ്രൂപ്പ് മോൻസ് ഗ്രൂപ്പായി അധപ്പതിച്ചു എന്നാണ് സജി മഞ്ഞക്കടമ്പിൽ പ്രതികരിച്ചത്. അല്പസമയം മുൻപ് PJ ജോസഫ് സജി മഞ്ഞക്കടമ്പിൽ തിരികെ വന്നാൽ തിരിച്ചെടുക്കും എന്ന തരത്തിൽ ഉള്ളൊരു പ്രതികരണം നടത്തിയിരുന്നു. നമുക്ക് PJ ജോസഫിന്റെ പ്രതികരണം കൂടി കേൾക്കാം. നിങ്ങൾ പരിശോധിക്കുക. കേരള കോൺഗ്രസ് M ആയിരുന്നത് കേരള കോൺഗ്രസ് M മാറി കേരള കോൺഗ്രസ് ആയി, നമുക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആഫീസിൽ KM മാണി സാറിന്റെ പടം എന്നോട് ചോദിക്കാതെ, ഞാൻ പാലായിൽ നിന്നുള്ള ജില്ലാ പ്രസിഡന്റിലെ ഇവിടുത്തെ കുറെ മറ്റവന്മാർ ജോസഫ് സാറിന്റെയും മാണി സാറിന്റെ CF സാറിന്റെ പടം വെട്ടിക്കളഞ്ഞു. അതൊക്കെ അന്ന് മുതൽ ഞങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ കൊണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പണിയല്ല ചെയ്യുന്നത്. അല്ല, വീട്ടുകാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. വീട്ടുകാരായിട്ട് ഞാൻ ആലോചിക്കുന്നേ ഉള്ളൂ. അല്ല, അത് വരട്ടെ. അത് പല പ്രവർത്തകരോട് ആലോചിക്കാറുണ്ട്, പലതരത്തിലുള്ള ചർച്ചകൾ നടത്താറുണ്ട്. എനിക്ക് പോക്കടമില്ലെന്ന് ആരും വിചാരിക്കേണ്ട. പോക്കടം ഇഷ്ടം പോലെ. പക്ഷെ പോകുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ നിങ്ങൾ അറിയിക്കും. അല്ല, പ്രവർത്തകർ ഇഷ്ടം പോലെ അവരുമായിട്ട്